ഫ്രണ്ട്സ് ഇതൊരു ഫിനിക്സിൻ്റെ റിയർ ഷോക്കപ്പാണ്. അപ്പോൾ ഇതൊരു ടി വി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫിനിക്സ് എന്ന് പറഞ്ഞൊരു ബൈക്കിൽ തന്നെ വരുന്ന ഒരു ഷോക്കാണ്. പറയുകയാണെങ്കിൽ ഈ ടി വി എസിൻ്റെ ഫിനിക്സ് എന്ന് പറയുന്ന ബൈക്ക് വിറ്റ് പോയതിനേക്കാളും ഏറ്റവും മാർക്കറ്റുള്ള ഇപ്പോൾ നിലവിൽ ഉള്ളൊരു ഷോക്കപ്പാണിത്. അപ്പോൾ ഈ ഒരു ഷോക്കപ്പിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉക്കടം മാർക്കറ്റിൽ ഈ ഒരു ഷോക്കപ്പ് എടുക്കാനായിട്ട് പോയതാണ്. ഷോക്കപ്പ് എടുക്കാൻ വേണ്ടി മാത്രം പോയതല്ല, കുറച്ച് അത്യാവശ്യം സ്പെയറും കാര്യങ്ങളും എടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന ഷോക്കപ്പാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഡൗട്ട് തോന്നിയത് ഫിനിക്സിൻ്റെ അത്ര ഒരു നീളം കുറവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഷോക്കപ്പ് വെച്ച് നോക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം ഏകദേശം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് വരുന്ന ഒരു ഷോക്കപ്പ്, ബാക്കിൽ വരുന്ന ഷോക്കപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഫിനിക്സിൻ്റെ ഷോക്കിനേക്കാളും നീളം കൂടുതൽ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഷോക്കിനാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ടർ ട്യൂബ് സ്പ്ലെൻഡറിൻ്റെ ആ ഒരു സൈസ് വരുന്ന വണ്ടികളുടെ വരുന്ന ഔട്ടർ ട്യൂബാണ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങും അതുപോലെ തന്നെ ഈ ടോപ്പിൽ വരുന്ന സാധനം, അതുപോലെ തന്നെ ഈ സ്പ്രിങ് അവർ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയേക്കണ അതാണ്. അപ്പോൾ ഇതിൽ അടുത്ത് നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നോക്കുന്ന ടൈമിൽ അറിയാനായിട്ട് പറ്റും സംഭവം. അപ്പോൾ ഫിനിക്സ് അല്ല ഇത്, ആ ഒരു മോഡൽ അവരായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ജസ്റ്റ് ഉക്കട മാർക്കറ്റിൽ പോയിട്ട് ഫിനിക്സിൻ്റെ ഷോക്ക് എടുക്കുന്നവർ അവിടെ നിന്ന് തന്നെ നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എടുക്കുക. ഈ ഫിനിക്സിൻ്റെ ഈ ഒരു ടോപ്പിൽ ഈ ഒരു ഹോൾഡർ അഴിച്ചിട്ട് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു ഹോൾഡർ അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലെൻഡറിന് കറക്റ്റ് ഹൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾക്ക് ഏകദേശം കറക്റ്റ് അളവായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ ആ ഒരു വർക്ക് ചെയ്യുന്നില്ല, ഇത് വണ്ടിയിലേക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫിനിക്സിൻ്റെ സീരീസ് സ്പ്രിങ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഹൈറ്റ് കൂടുന്ന സമയത്ത് ഈ ഷോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വണ്ടിയിലും വരുത്തണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഫിനിക്സിൻ്റെ ഷോക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കൂടിയ ഷോക്കപ്പ് അല്ലെങ്കിൽ ഫിനിക്സിൻ്റെ തന്നെ വേണമെന്നില്ല, ഏതാണെങ്കിലും നമ്മൾ ഷോക്കപ്പ് മാറ്റി സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ചെയിൻ്റെ ഒരു പ്ലേ നമ്മൾ ഒരു അളവുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. 1.5 to 2 സെൻറ്റിമീറ്ററോളമാണ് ഈ ഒരു പ്ലേ നമുക്ക് ആവശ്യമുള്ളത്. അത് സിംഗിൾ റൈഡ് ആണെങ്കിലും നമ്മൾ ഡബിൾ വെച്ച് പോകണമെങ്കിൽ ആ ഒരു പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് കൂടിയ ഷോക്ക് ഇടുന്ന ടൈമിൽ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ഷോക്ക് ഇടുന്ന ടൈമിൽ
ഈ ഒരു സിങ്ങാമിൻ്റെ ആംഗിളിൽ വ്യത്യാസം വരും. അപ്പോൾ അതുപോലെ തന്നെ ചെയിൻ്റെ ഈ ഒരു ടൈറ്റിലും വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വണ്ടി ഓടിക്കുന്ന ടൈമിൽ ബാക്കിൽ ഒരാളിനെ ഇരുത്തി ഓടിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ സിംഗിൾ റൈഡ് ആണെങ്കിൽ കൂടി ചെയിൻ്റെ നോയ്സ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഷോക്ക് പുറത്തുനിന്ന് മേടിക്കുന്നവർ, അതുപോലെ തന്നെ ഈ കോയമ്പത്തൂർ ഭാഗത്തു നിന്നൊക്കെ മേടിക്കുന്നവർ നോക്കി മേടിക്കുക. ഇതിപ്പോൾ സംഭവം കംപ്ലൈൻറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല. ഇത് സംഭവം വേറൊരു ഷോക്ക് അവർ സെറ്റ് ചെയ്തെടുത്താന്ന് മാത്രം. നമുക്കിതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒന്നാമത് ഞാൻ ഈ ഒരു ഹൈറ്റ് കുറച്ചിടാന്ന് ഉദ്ദേശിച്ചിട്ടത് കൊണ്ട് എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഹൈറ്റ് കൂടുതൽ വേണമെന്നുള്ളവർ ഷോക്ക് മേടിക്കുമ്പോൾ നോക്കി തന്നെ മേടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ? യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.